Good morning. Current affairs, January 7th. On the ദിവസത്തെ പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, എല്ലാം നമുക്ക് തീർക്കാൻ നോക്കാം. NIA എന്ന് പറഞ്ഞാല് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണ്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. NIAയും CBIയും ഇന്ത്യയുടെ രണ്ട് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും CBIയും ഇന്ത്യയുടെ രണ്ട് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ആണ്. NIA ഭീകരവിരുദ്ധ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ഈ നാഷണൽ സെക്യൂരിറ്റി ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെയാണ് NIAയുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. CBI അല്ലാത്ത കേസുകളും അവർ അന്വേഷിക്കും. NIAയുടെ ഡയറക്ടർ YC മോഡിയാണ്. NIAയുടെ ഡയറക്ടർ YC മോഡി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ YC മോഡി. CBIയുടെ ഡയറക്ടർ അലോക് വർമ്മ ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്, കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട്. പിന്നീട് ഇല്ലീഗൽ മൈനിങ് മൂലം കുറെ ആൾക്കാര് ട്രാപ്പിൽ പെട്ടുപോയി. സ്റ്റേറ്റ് മേഘാലയാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അതോടെ വീണ്ടും ഇന്നലെ വേറൊരു ഇല്ലീഗൽ മൈനിൽ പ്രോബ്ലം ഉണ്ടായ 2 പേര് കൊല്ലപ്പെട്ടു എന്നൊരു ന്യൂസ് ഉണ്ട്. മേഘാലയ ക്യാപിറ്റൽ ഷില്ലോങ് ചീഫ് മിനിസ്റ്റർ കൊൺറാഡ് സക്മ, CONRAD കൊൺറാഡ് സക്മ, SANGMA കൊൺറാഡ് സക്മ. ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, സ്പേസിലുള്ള ഒരു വലിയൊരു സ്റ്റേഷനാണ് ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അത് റഷ്യയും US എല്ലാവരോട് ചേർന്ന് ആണ് ISS ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ്. ഇപ്പൊ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ്. ഖത്തർ ഓപ്പൺ എന്ന് പറയുന്ന ടെന്നീസ് ടൂർണമെന്റ് ഇപ്പൊ കഴിഞ്ഞു. ഖത്തർ ഓപ്പൺ ജയിച്ചത് റോബർട്ടോ ബാറ്റിസ്റ്റ ആഗട്ട് ആണ്. റോബർട്ടോ ROBERTO റോബർട്ടോ ബാറ്റിസ്റ്റ BAUTISTA ബാറ്റിസ്റ്റ ഓഗട്ട് AGUT. അദ്ദേഹമാണ് ഖത്തർ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് വിൻ ചെയ്തത്. അതുപോലെ ഫെഡ് കപ്പ്, ഇന്ത്യ ഫെഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഫെഡ് കപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ടെന്നീസിലെ ഫീമെയിൽ ടീം ചാമ്പ്യൻഷിപ്പ് ആണ് ഫെഡ് കപ്പ്. അതിൽ ഇന്ത്യയും കളിക്കുന്നുണ്ട്. ഫെഡ് കപ്പ് ടെന്നീസിലെ ഫീമെയിൽ ടീം ചാമ്പ്യൻഷിപ്പ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഡേ ആഫ്റ്റർ ടുമോറോ, അതായത് 9th ജാനുവരിക്ക് പൂനെയിൽ സ്റ്റാർട്ട് ചെയ്യും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. അതുപോലെ ഐ ലീഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ലീഗ് ഇന്ത്യയുടെ ഫുട്ബോൾ ലീഗാണ്. ഐ ലീഗ്, ISLഉം ഐ ലീഗും, ഇങ്ങനെ 2 ലീഗുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ട്. ISL ഇന്ത്യൻ സൂപ്പർ ലീഗ്, രണ്ടാമത് ഐ ലീഗ്. AFC ഏഷ്യൻ കപ്പ് AFC എന്ന ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അവരുടെ ഏഷ്യ കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഏഷ്യൻ ഫുട്ബോൾ ടൂർണമെന്റ്, ഏഷ്യൻ ചാമ്പ്യന്മാരെ കണ്ടുപിടിക്കാനുള്ളത്. അത് നടക്കുന്നത് UAEയിലാണ്. UAEയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യ ഫസ്റ്റ് മാച്ച് വിൻ ചെയ്തെന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഇന്ത്യ ഫസ്റ്റ് മാച്ച് വിൻ ചെയ്തെന്ന് എഴുതിയെടുക്കണ്ട, കാരണം അതൊക്കെ ലീഗ് റൗണ്ടിലെ മാച്ചസ് ആണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയാണ്. ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി സുനിൽ ഛേത്രി 2 ഗോൾ സ്കോർ ചെയ്തപ്പോ ആക്റ്റീവ് ഫുട്ബോളിലുള്ള, അതായത് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിന്റെ കൂട്ടത്തില് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത 2ാമത്തെ താരമായി സുനിൽ ഛേത്രി മാറി. 1ാമത്തെ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 2ാമത്തെ താരം സുനിൽ ഛേത്രിയാണ്. വേൾഡിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തവരുടെ കൂട്ടത്തില്. പിന്നെ FSR ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, അത് നമ്മൾ ഈ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തതാണ്. FSR ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം FSR ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്ന്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ തന്നെ ഇന്നത്തെ ഹിന്ദുവിന്റെ ബിസിനസ് റിവ്യൂലുണ്ട്, 14ാമത്തെ പേജിൽ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർക്കറ്റില് ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. മെയിൻലി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻസിൽ ഒരെണ്ണമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അവർ ചെയ്യുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് മെയിൻലി അതിൽ ചെയ്യുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. OALP എന്ന് പറയുന്ന ഒരു അബ്രിവേഷൻ ഉണ്ട്. അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി. ഓപ്പൺ ഏക്കറേജ് ACREAGE
ACREAG ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് OALP. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പെട്രോളിയം സെക്ടറിൽ ഓയിൽ ബ്ലോക്കുകളും ഗ്യാസ് ബ്ലോക്കുകളും ഒക്കെ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും ഓരോ കമ്പനീസിന് അവിടെ എക്സ്പ്ലോറേഷൻ ചെയ്യാനും അവിടെ നിന്ന് ഓയിലും ഗ്യാസും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും ഒക്കെ ഉള്ള ലൈസൻസ് ഗവൺമെന്റ് കൊടുത്താൽ മാത്രമേ ആ കമ്പനീസിന് ചെയ്യാൻ പറ്റൂ. ഈ ലൈസൻസ് കൊടുക്കുന്ന പ്രോസസ്സിനാണ് OALP എന്ന് പറയുന്നത്, ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി. പിന്നെ എറിക്സൺ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എറിക്സൺ എല്ലാവരും കേട്ടിട്ടുള്ള കമ്പനിയായിരിക്കും എറിക്സൺ. എറിക്സൺ ഈസ് എ സ്വീഡിഷ് കമ്പനി, ഒരു സ്വീഡിഷ് കമ്പനിയാണ് എറിക്സൺ. എറിക്സൺ ലോകത്തിലെ ഏറ്റവും വലിയ ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആയിരുന്നു. ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആയിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇപ്പൊ അല്ല. എറിക്സനെ ഓവർടേക്ക് ചെയ്ത് ചൈനീസ് കമ്പനിയായ ഹുവായ് ആയി ഇപ്പൊ വേൾഡിലെ ഏറ്റവും വലിയ ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചറർ. ബട്ട് സ്റ്റിൽ എറിക്സൺ ഹാസ് ഇറ്റ്സ് ഓൺ റിലവൻസ്. എറിക്സൺ ആണ് വേൾഡിൽ ആദ്യമായിട്ട് ബ്ലൂടൂത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. ബ്ലൂടൂത്ത് ടെക്നോളജി വേൾഡിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് എറിക്സൺ ആണ്. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലൂടൂത്ത്. മൃത്യുഞ്ജയ് മഹാപാത്ര. മൃത്യുഞ്ജയ് മഹാപാത്ര സിൻഡിക്കേറ്റ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് മൃത്യുഞ്ജയ് മഹാപാത്ര. MAHAPATRA. മൃത്യുഞ്ജയ് മഹാപാത്ര, സിൻഡിക്കേറ്റ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ. HDFCയുടെ മാനേജിംഗ് ഡയറക്ടറാണ് KK മിസ്ട്രി. HDFC ഗ്രൂപ്പ്, HDFC ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, HDFCയുടെ മാനേജിംഗ് ഡയറക്ടറാണ് KK മിസ്ട്രി. HDFC ഗ്രൂപ്പിന്റെ ചെയർമാൻ ദീപക് പരേഖ് ആണ്. HDFC ഗ്രൂപ്പിന്റെ ചെയർമാൻ ദീപക് പരേഖ്, PAREKH. അതുപോലെ HDFCയുടെ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആദിത്യ പുരി. HDFC ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആദിത്യ പുരി, HDFCയുടെ മാനേജിംഗ് ഡയറക്ടർ KK മിസ്ട്രി, HDFC ഗ്രൂപ്പ് ചെയർമാൻ ദീപക് പരേഖ്. തായ്വാൻ പ്രസിഡന്റിന്റെ പേര് അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. തായ്വാൻ പ്രസിഡന്റിന്റെ പേര് സായ് ഇങ് വെൻ എന്നാണ്. TSAI, സായ് ഇങ് -WEN വെൻ. യുഎസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് ജോൺ ബോൾട്ടൺ. യുഎസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടൺ ആണ്. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മഹാതിർ മുഹമ്മദ്. ഫ്രാൻസിൽ ഇപ്പോഴും യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിൽ അവിടുത്തെ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രൊട്ടസ്റ്റ് ആണ് യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. സുവർണഭൂമി എയർപോർട്ട് തായ്ലൻഡിലാണ് സുവർണഭൂമി എയർപോർട്ട്. പിന്നീട് പഹൽ എന്ന് പറയുന്ന സ്കീം ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീമാണ് പഹൽ, PHAL. പഹൽ എന്ന് പറയുന്നത് LPG സബ്സിഡി ഡയറക്ട്ലി അതിന്റെ ബെനിഫിഷ്യറീസിന് അവരുടെ ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടുകളിലേക്ക് ആണ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്കീമിനാണ് പഹൽ എന്നറിയപ്പെടുന്നത്. ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടുകളിലേക്ക് LPG സബ്സിഡി ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് പഹൽ. അതുപോലെ ഉജ്ജ്വല യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. അത് LPG കണക്ഷൻസ് BPL ഫാമിലീസിന് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. MGNREGS മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം MGNREGS എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക്, റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് 100 days തൊഴിൽ ജോബ് കൊടുക്കുന്നതിനുള്ള സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. DIPP ഡിപ്പിന്റെ എക്സ്പാൻഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് DIPP, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ആൻഡ് സെക്രട്ടറി ഡിപ്പിന്റെ സെക്രട്ടറി രമേശ് അഭിഷേക് ആണ്. രമേശ് അഭിഷേക്. നേപ്പാൾ രാഷ്ട്ര ബാങ്ക്. നേപ്പാളിന്റെ സെൻട്രൽ ബാങ്ക് ആണ്. അതായത് ഇന്ത്യക്ക് റിസർവ് ബാങ്ക് പോലെയാണ് നേപ്പാളിന് നേപ്പാൾ രാഷ്ട്ര ബാങ്ക്. പിന്നെ ഹിന്ദുവിൽ 2 എഡിറ്റോറിയൽസും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല. ഒന്നാമത്തെ ബ്രിങ് ഇൻ ദ എക്സ്പെർട്സ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. എന്താണെന്ന് വെച്ചാൽ ജയലളിതയുടെ ഡെത്തിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. ജയലളിതയുടെ ഡെത്തിനെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് ഡൗട്ടുകളും ഊഹാപോഹങ്ങളും റൂമേഴ്സും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഒരു എൻക്വയറി കമ്മീഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്ക് പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു എഡിറ്റോറിയലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ.
രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ റിമൂവിംഗ് ഫിയർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇതിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ലിറ്റററി ഫ്രീഡം, അതായത് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് ഈ പലപ്പോഴും ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യപ്പെടാറില്ല. കാര്യം ബുക്കിൽ എന്തെങ്കിലും ഓഫൻസീവ് ആയിട്ടുള്ള റിമാർക്സ് ഏതെങ്കിലും റിലീജിയസ് ഗ്രൂപ്പുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ആ ബുക്ക് പലപ്പോഴും വിത്ഡ്രോ ചെയ്യേണ്ടി വരികയും ഈ ബുക്കിന്റെ ഓതർ പലപ്പോഴും അറ്റാക്കിന് വിധേയമാകുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശശി തരൂർ കോൺഗ്രസിന്റെ MP ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറഞ്ഞാൽ ഈ എന്തിനാണെന്ന് വെച്ചാൽ റൈറ്റേഴ്സിന്റെ ഫ്രീഡം, അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ബില്ല്. അപ്പൊ അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. കാര്യം ഇതൊരു എഡിറ്റോറിയലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് മാത്രമാണ്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുകളുടെ പ്രത്യേകത ഒരിക്കലും പാസ്സാകത്തില്ല എന്നുള്ളതാണ്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുകൾ പാസ്സാകുന്ന സിറ്റുവേഷൻസ് ഇന്ത്യയുടെ ഏകദേശം 70 വർഷം വരുന്ന പാർലമെന്ററി ഡെമോക്രസിയിൽ വളരെ വളരെ റയറായിട്ട് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യം. പ്രൈവറ്റ് മെമ്പർ ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു MP ആർക്ക് വേണമെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരാം. പക്ഷെ ആ ബില്ല് പാസ്സാകണമെന്നുണ്ടെങ്കിൽ മൊത്തം സഭയുടെ സപ്പോർട്ട് വേണം. എപ്പോഴും ഗവൺമെന്റ് കൊണ്ടുവരുന്ന ബില്ലുകൾ മാത്രമേ പാസ്സാകുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു MP കൊണ്ടുവരുന്ന ബില്ല്, പക്ഷെ പലപ്പോഴും അത് എന്തിനാണ് അങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയേ അവർ അർത്ഥമാക്കുന്നുള്ളൂ. അല്ലാതെ അത് പാസ്സാക്കി എടുക്കാന്നുള്ള വ്യാമോഹത്തിലല്ല. എന്തായാലും താല്പര്യമുള്ള രണ്ടാമത്തെ എഡിറ്റോറിയൽ വേണമെങ്കിൽ വായിക്കുക. അതും അത്ര വലിയ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പരംവീർ ചക്ര ആൻഡ് അശോക് ചക്ര രണ്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പരംവീർ ചക്ര എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഹയസ്റ്റ് വാർ ടൈം ഗാലണ്ടറി അവാർഡും അശോക ചക്ര ഇന്ത്യയിലെ ഹയസ്റ്റ് പീസ് ടൈം ഗാലണ്ടറി അവാർഡുമാണ്. പരംവീർ ചക്ര ഇന്ത്യയിലെ ഹയസ്റ്റ് വാർ ടൈം ഗാലണ്ടറി അവാർഡ് ആൻഡ് അശോക് ചക്ര ഇന്ത്യയിലെ ഹയസ്റ്റ് പീസ് ടൈം ഗാലണ്ടറി അവാർഡ്. അതായത് പട്ടാളക്കാർക്ക് അവർക്ക് യുദ്ധസമയത്തുള്ള ധീരതയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് പരംവീർ ചക്ര. യുദ്ധമില്ലാത്ത സമയത്തുള്ള ധീരതയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് അശോക് ചക്ര. പോളവാരം പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഗോദാവരിയിലെ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്. പോളവാരം POLAVARAM ആന്ധ്രാപ്രദേശിലെ ഗോദാവരി റിവറിന്റെ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്ട്. ഈ പ്രോജക്ട് നാഷണൽ പ്രോജക്ട് സ്റ്റാറ്റസ് ഗവൺമെന്റ് കൊടുത്തു. ഈ സൺഡേയിലെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയ ഒരു നിയമമാണ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്, FEOA എന്ന് പറയാം. FEOA ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. അത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യക്കകത്ത് ബാങ്കുകളൊക്കെ ലോണൊക്കെ എടുത്തിട്ട് അവരെയൊക്കെ പറ്റിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് മുങ്ങി അവിടെ സുഖിച്ച് ജീവിക്കുന്ന ബിസിനസ്മാൻമാർ പലരും ഉണ്ട്. അപ്പൊ അവരെ പലപ്പോഴും തൊടാനോ അവരുടെ സ്വത്തുക്കളൊന്നും കോൺഫിസ്കേറ്റ് ചെയ്യാൻ പോലും പലപ്പോഴും ഗവൺമെന്റിന് പറ്റാറില്ല ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലോസ് ഉപയോഗിച്ച്. അപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ വിജയ് മല്യയും നീരവ് മോഡിയൊക്കെ പോലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഒരു പുതിയ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയെടുത്ത് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട്. ഈ ആക്ടിന്റെ ബേസിൽ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബിസിനസ്മാനാണ് വിജയ് മല്യ. അതുകൊണ്ട് തന്നെ വിജയ് മല്യയുടെ സ്വത്തുക്കളെല്ലാം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് EDക്ക് കോൺഫിസ്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇന്നലത്തെ പത്രമാണ്. ഇന്നത്തെ എക്കണോമിക് ടൈംസിൽ ED അതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ട് പറയപ്പെടുന്നു. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ ആയിട്ട് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യപ്പെട്ട ആളാണ് വിജയ് മല്യ. മിതാലി രാജ് ഇന്ത്യയിലെ അല്ല വേൾഡിലെ തന്നെ ഹയസ്റ്റ് റൺ സ്കോറർ ഇൻ OD വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആൻഡ് T20 ക്രിക്കറ്റ്. സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചാണ്. സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വലിയ പ്രോഗ്രസ് കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ പ്രോഗ്രസിലേക്ക് നയിച്ച ഇന്ത്യയുടെ ഏറ്റവും മികച്ച കോച്ചാണ് സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ. അതുപോലെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. അതിൽ മിക്സ്ഡ് ആയിട്ടാണ് പങ്കെടുക്കുന്നത്. വിമനും മെന്നിനും പങ്കെടുക്കുക. അതിന്റെ പേരാണ് ഹോപ്പ്മാൻ കപ്പ്, HOPMAN ഹോപ്പ്മാൻ കപ്പ്. റോജർ ഫെഡററിന്റെ സ്വിറ്റ്സർലൻഡ് വിൻ ചെയ്തു, അറിഞ്ഞിരിക്കുക. അപ്പൊ ഹോപ്പ്മാൻ കപ്പ് വിൻ ചെയ്തായിരുന്നു വെച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രമുഖമായ ടെന്നീസ് ടൂർണമെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്രയാണ്. ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര കെവിൻ ആൻഡേഴ്സൺ വിൻ ചെയ്തു. ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര വിൻ ചെയ്തത് കെവിൻ ആൻഡേഴ്സൺ ആണ്. അതുപോലെ ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്രയിലെ ഡബിൾസ് ടൂർണമെന്റ് രോഹൻ ബൊപ്പണ്ണ ഡിവിജ് ശരൺ പെയർ വിൻ ചെയ്തു. ഡബിൾസ്. സിംഗിൾസ് കെവിൻ ആൻഡേഴ്സൺ വിൻ ചെയ്തു.
അതുപോലെ ഇന്ത്യയുടെ വുമൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി WV രാമൻ 2 വർഷത്തേക്ക് അപ്പോയിന്റഡ് ആയി. ഇന്ത്യയുടെ വുമൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് WV രാമൻ 2 ഇയേഴ്സിലേക്ക് അപ്പോയിന്റഡ് ആയി. അത് മറ്റൊരു ന്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ വേൾഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. ഒരു വർഷം, ഒരു ഫുൾ ഇയറിൽ 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളാണ് നടക്കുന്നത്. ഗ്രാൻഡ് സ്ലാം GRANDSLAM ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ 4 നടക്കും. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമത് വിംബിൾഡൺ, നാലാമത് US ഓപ്പൺ. ഇപ്പോ ജാനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യം നടക്കാൻ പോകുന്നത്. അതോടുകൂടിയാണ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകൾ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈയിടയ്ക്ക് മരിച്ചുപോയ ഇസ്രായേലിയായ ഏറ്റവും ഫേമസ് എഴുത്തുകാരനാണ് അമോസ് ഓസ്. AMOS അമോസ് ഓസ് OEZ AMOS സ്പേസ് ഇട്ട് OEZ. ഇസ്രായേലി റൈറ്റർ. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ മൂവി വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ റീസൺ എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് എടുത്ത മൂവിയാണ്. അതിൽ മൻമോഹൻ സിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അനുപം ഖേർ ആണ്, ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന് പിന്നീട് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈക്ലോൺ ആണ് പാബുക്. PABUK പാബുക് എന്ന് പറഞ്ഞൊരു സൈക്ലോൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊരു ന്യൂസ് ആണ്. യെൻ ജപ്പാന്റെ കറൻസിയാണ്. YEN ജാപ്പനീസ് കറൻസി. ജെറോം പവലിന്റെ ഒരു ഫോട്ടോ ഇതിലുണ്ട്. ജെറോം പവൽ വേൾഡിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ്, അമേരിക്കയുടെ ഡോളർ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ് ഫെഡറൽ റിസർവ്. അമേരിക്കയുടെ സെൻട്രൽ ബാങ്കാണ്. ഫെഡറൽ റിസർവിന്റെ ചീഫാണ് ജെറോം പവൽ. POWELL. വോൾവോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ് വോൾവോ സ്വീഡിഷ് കമ്പനിയാണ്, സ്വീഡിഷാണ്. NBFCs നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്ന പോലെ NBFCs നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മുത്തൂറ്റ്, മണപ്പുറം, ഇതെല്ലാം NBFCs ആണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്. അവർ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി SC ഗാർഗ് ആണ്. ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി. എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ SC ഗാർഗ്, GARG. MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. OIVL ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ONGC വിദേശ് ലിമിറ്റഡ്. ONGC എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടെ ഫോറിൻ ആമാണ് OVL. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പൊ സൺഡേയിലെ ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. സാറ്റർഡേ ന്യൂസ് പേപ്പറോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സാറ്റർഡേ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്, മെയിൻ ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല, പരസ്പര പൊളിറ്റിക്സ് ആണ്. അതെല്ലാം നമുക്ക് ഫ്രണ്ട് പേജിലുള്ള ന്യൂസുകൾ നമുക്ക് വലിയ അത്യാവശ്യം ഇല്ലാത്ത ന്യൂസുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് എവിടെയാണെന്ന് വെച്ചാൽ മൈസൂരിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് മൈസൂറാണ്. ഫിഫയുടെ വേൾഡ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പൊസിഷൻ 97 ആണ്. ഫിഫയുടെ വേൾഡ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പൊസിഷൻ 97. ഇന്ത്യൻ ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അത് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്താണ്. കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഹെഡ് വിനോദ് റായി ആണ്. അതിലൊരു മെമ്പറാണ് ഡയാന എദുൽജി. ഡയാന DIANA ഡയാന എദുൽജി. EDULJI ഡയാന എദുൽജി മെമ്പർ. ഹെഡ് വിനോദ് റായ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ
ഞാൻ നേരത്തെ പറഞ്ഞു ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര വിൻ ചെയ്തത് സൗത്ത് ആഫ്രിക്കക്കാരനായ കെവിൻ ആൻഡേഴ്സൺ ആണ്. സൗത്ത് ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം, കെവിൻ ആൻഡേഴ്സൺ. അദ്ദേഹം ഫൈനലിൽ തോൽപ്പിച്ചത് ക്രൊയേഷ്യയുടെ ഇവോ കാർലോവിക്കിനെയാണ്. ഇവോ കാർലോവിക്, KRLOVIC, ഇവോ കാർലോവിക്. ഏഞ്ചൽ ടാക്സ് എന്നൊരു ടാക്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈടാക്കുന്നുണ്ട്. ഏഞ്ചൽ ടാക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന് ടാക്സ് ഈടാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതാണ് ഇതൊരു ന്യൂസ് ആവാൻ കാരണം. ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ആയ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ ഈടാക്കുന്ന പിന്നീട് ടാക്സ് ആണ്. JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ട്രസ്റ്റ് ആണ് JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. PPI, പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് PPI എന്നറിയപ്പെടുന്നത്. EBITDA, earnings before interest, tax, depreciation and amortization. EBITDA, earnings before interest, tax, depreciation and amortization. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഫോട്ടോ ഹിന്ദുവിലുണ്ട്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പേര് അബ്ദൽ ഫത്ത അൽ സിസി എന്നാണ്. ABDEL, അബ്ദൽ ഫത്ത, FATTAH, ഫത്ത അൽ സിസി, AL-SISI, അബ്ദൽ ഫത്ത അൽ സിസി ഈജിപ്തിന്റെ പ്രസിഡന്റ്. പിന്നെ ഞാൻ ഈ ചാങ്ങി 4 എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു പ്രോബ് പിന്നീട് ഫാർ സൈഡ് ഓഫ് ദ മൂൺ അല്ലെങ്കിൽ വോൺ കാർമൻ ക്രേറ്റർ എന്ന് പറയുന്ന മൂണിന്റെ ഭാഗത്ത് ലോഞ്ച്, പിന്നെ ചൈനയുടെ പ്രോബാണ് അത്. ആദ്യമായിട്ടൊരു മാൻമെയ്ഡ് പ്രോബ് ചന്ദ്രന്റെ ആ ഒരു പ്രതലത്തിൽ, ആ ഒരു സർഫസിൽ ലാൻഡ് ചെയ്യുന്നതെല്ലാം പറഞ്ഞു. അപ്പം അതൊരു റോവർ അവിടെ ഇറക്കിയിട്ടുണ്ട്. റോവർ അവിടെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ചാങ്ങി 4 അവിടെ ലോഞ്ച് ചെയ്യിപ്പിച്ച റോവറിന്റെ പേരാണ് U22, YUTU, അതായത് 2 എന്നുള്ള നമ്പർ, U22. ചാങ്ങി 4 അവിടെ ഇറക്കിയ റോവർ അതാണ് ഇനി അവിടെ പരീക്ഷണങ്ങൾ നടത്താൻ പോണ. ഏഞ്ചല മെർക്കൽ ജർമ്മനിയുടെ ചാൻസലറാണ്. ഏഞ്ചല മെർക്കൽ, ജർമ്മൻ ചാൻസലർ. ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആന്റി കറപ്ഷൻ ബോഡിയാണ് ലോക്പാൽ. ആന്റി കറപ്ഷൻ ബോഡി, അല്ലെങ്കിൽ കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം അന്വേഷിക്കാനൊക്കെ വേണ്ടിയിട്ട് വലിയ പവേഴ്സ് ഉള്ള ബോഡിയാണ് ലോക്പാൽ എന്ന് പറയുന്ന ആന്റി കറപ്ഷൻ ബോഡി. NGT National Green Tribunal, and chairperson ആദർശ് കുമാർ ഗോയൽ ആണ്. AK ഗോയൽ, ആദർശ് കുമാർ ഗോയൽ, NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സൺ. രാംനാഥ് ഗോയങ്ക അവാർഡ് ഫോർ ജേർണലിസം കിട്ടിയത് S വിജയകുമാർ, ഹിന്ദുവിന്റെ ഒരു ജേർണലിസ്റ്റ് ആണ് S വിജയകുമാർ. രാംനാഥ് ഗോയങ്ക അവാർഡ് ഫോർ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് അവാർഡുകളിൽ ഒരെണ്ണമാണ്. രാംനാഥ് ഗോയങ്ക അവാർഡ് ഫോർ ജേർണലിസം കിട്ടിയത് വിജയകുമാർ. റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പീയൂഷ് ഗോയൽ. ODF, ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ സ്റ്റാറ്റസ്, അതായത് പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം പൂർണ്ണമായിട്ടും ഒഴിവാകുമ്പോൾ ആ സ്ഥലത്തിന് ODF സ്റ്റാറ്റസ് കിട്ടും. സ്വച്ഛ് ഭാരത് അഭിയാന്റെ അണ്ടറിൽ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ഇന്ത്യ ക്യാമ്പയിൻ ആണ്, അതിനണ്ടറിലാണ് ഈ ODF സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഇത്രയായപ്പോഴത്തേക്ക് ഈ പെൻഡിങ് ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഹിന്ദുവിന്റെ അപ്ഡേഷൻ ഇന്നത്തെ ഇവിടെ തീരുകയാണ്. താങ്ക് യു.